തൃശ്ശൂർ നഗരത്തിലെ വടക്കുന്നാഥൻ്റെ നടയിൽ വലിയ അത്തപ്പൂക്കളത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പോയപ്പോഴാണ് തൊട്ടടുത്ത് ആളുകൾ തിങ്ങി നിറഞ്ഞ് ഒരു കൂട്ടായിട്ട് നിൽക്കുന്നത് കണ്ണിപ്പെട്ടത്. എന്താ കഥ എന്ന് അന്വേഷിച്ചപ്പോൾ പറയണു, നമ്മൾ ചെറുപ്പത്തിലെ കളർ ഒപ്പിക്കാൻ കഷ്ടപ്പെട്ടിരുന്ന ക്യൂബിക്കിലെ അത് വെച്ച് ഒരു കൊച്ചുമിടുക്കൻ പോർട്രേറ്റ് ചിത്രം ഉണ്ടാക്കുന്നു. അന്ന് കണ്ടു കളയാമെന്ന് വിചാരിച്ച് ചെന്നപ്പോഴാണ് ഈ കൊച്ചൻ നിസ്സാരക്കാരനല്ല, പുലിയാണെന്ന് മനസ്സിലായത്. പുലിയല്ല, പുപ്പുലി തന്നെയാണ്. ടാബിൽ മുൻകൂട്ടി ഡിസൈൻ ചെയ്തൊരു ചിത്രം മുന്നിലെ വലിയൊരു ബോർഡിൽ റുബിക്സ് ക്യൂബുകൾ ഓരോന്നായി മിന്നൽ വേഗത്തിൽ തിരിച്ചവൻ ആ പോർട്രേറ്റ് ലൈവായിട്ട് നിർമ്മിക്കുകയാണ്. ഓരോ ക്യൂബും കൃത്യമായ സ്ഥാനങ്ങളിൽ വെച്ച് അവൻ വിസ്മയം തീർക്കുമ്പോൾ ചുറ്റും കൂടിയവരുടെ കണ്ണിലും തികഞ്ഞ അത്ഭുതമാണ് കേട്ടോ. എൻ്റെ പേര് യാദവ് കൃഷ്ണ ആണ്. ദുബായിലെ മില്ലേനിയം സ്കൂളിൽ 4th ഗ്രേഡ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ചെറുപ്പം തൊട്ടേ റുബിക്സ് ക്യൂബിൽ ആൾ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് റുബിക്സ് ക്യൂബ് മേടിച്ചു കൊടുക്കാറുണ്ട്. അവൻ തന്നെ സോൾവ് ചെയ്ത് പഠിക്കുകയാണ് ചെയ്യാറ്. ഇപ്പോൾ ഇത് അവൻ്റെ സെക്കൻഡ് ലൈവ് ആർട്ട് പെർഫോമൻസ് ആണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് നമ്മൾ വേൾഡ് കപ്പ് സമയത്ത് മെസ്സിയുടെ ഒരു പോർട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഓണം തീമിൽ ഒരു ആർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അവൻ ഇൻട്രസ്റ്റ് എടുത്ത് അവനായിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ജസ്റ്റ് അവൻ ഗ്രേഡ് 1 തൊട്ടേ റുബിക്സ് ക്യൂബ് നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ വേണമെന്ന് പറഞ്ഞു. നമ്മൾ ഫസ്റ്റ് ഒരു 3x3 ക്യൂബാണ് കൊടുത്തത്. അത് അവൻ തന്നെ പഠിച്ചു. പിന്നെ 3x3, 4x4, 5x5, 6x6 ഇപ്പോൾ ഓൾമോസ്റ്റ് അവന് ഇൻട്രസ്റ്റ് പറയുമ്പോൾ നമ്മളെല്ലാം മേടിച്ചു കൊടുക്കാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കാറുണ്ട്. യാദവിൻ്റെ മാതാപിതാക്കൾക്ക് തന്നെയാണ് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത്. അവരുടെ തിരക്കുകൾ മാറ്റിവെച്ചിട്ട് മകൻ്റെ കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന്. കുട്ടിക്കാലത്തെ അവൻ്റെ താല്പര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അവൻ്റെ പ്രതിഭയെ കൃത്യമായി വളർത്തിയെടുത്ത മാതാപിതാക്കൾക്ക് തന്നെയാണ് അവൻ്റെ വിജയത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് ഉള്ളത്. ഞങ്ങൾ ഇപ്പോൾ 2 മക്കളായാലും അവരുടെ താല്പര്യങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കുക എന്നല്ലാതെ ഞങ്ങളുടെ താല്പര്യങ്ങൾ അവരുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ നോക്കലില്ല. അപ്പോൾ അവരുടെ കഴിവുകൾ എന്താണോ അത് കണ്ടുപിടിക്കാൻ പല മീഡിയത്തിൽ കൂടെ ഞങ്ങൾ ശ്രമിക്കലുണ്ട്. അപ്പോൾ ഞങ്ങൾ തന്നെ അവരെ ഒബ്സർവ് ചെയ്യലുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ടീച്ചേഴ്സായിട്ട് ബന്ധപ്പെടലുണ്ട്, അവരുടെ താല്പര്യങ്ങൾ ഏതിലാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന സപ്പോർട്ട് അതിന് ചെയ്തു കൊടുക്കലുണ്ട്. വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുരനടയിൽ ചുട്ടുപൊള്ളുന്ന വെയിലിനെ പോലും വകവയ്ക്കാതെ മണിക്കൂറോളം തുടർച്ചയായി നിന്നാണ് ഈ കൊച്ചുമിടുക്കൻ ഈ കലാസൃഷ്ടി പൂർത്തിയാക്കുന്നത് കേട്ടോ. ആ ഏകാഗ്രതയും കരവിരുതും കാണാൻ തൃശ്ശൂരിൻ്റെ മേയർ തന്നെ ഇതാ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മില്ലേനിയം സ്കൂൾ ദുബായിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുമിടുക്കൻ ഇന്നിവിടെ മഹാബലിയുടെ ഒരു ചിത്രം ആലേഖനം ചെയ്തിരിക്കുകയാണ്. അത് ഏകദേശം റൂബിക്സ് ക്യൂബോർഡാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് അതിൻ്റെ പ്രത്യേകത. ഏകദേശം 3 മണിക്കൂർ എടുത്തുകൊണ്ടാണ് ഈ ഒരു മഹാബലിയുടെ ചിത്രം തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനു മുമ്പ് വേൾഡ് ഫുട്ബോൾ കപ്പിന്റെ സമയത്ത് മെസ്സിയുടെ ചിത്രവും ഇതുപോലെ ഈ കൊച്ചു കലാകാരൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്ത മോനെ? രാവിലെ 7:30 ആരംഭിച്ചതാണ് ഈ പ്രയത്നം. അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. ഈ കൊച്ചു കലാകാരനെ, കൊച്ചുമിടുക്കനെ തൃശ്ശൂർ കോർപ്പറേഷന് വേണ്ടി മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കീപ് ഗോയിങ്. ഓക്കെ. യാദവ് കൃഷ്ണ തൻ്റെ ക്യൂബിക്ക് കൊണ്ടുള്ള പോർട്രേറ്റിൻ്റെ അവസാന ഭാഗത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് അവസാനത്തെ ക്യൂബിക്ക് കൂടെ വെച്ചു. മനോഹരമാണല്ലേ? മാത്രമല്ല കൊച്ചുമിടുക്കിൻ്റെ ബ്രില്യൻസ് കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഒരു കുഞ്ഞു വിസ്മയമായി മാറിയ യാദവ് കൃഷ്ണയെ പോലുള്ളവരിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി കേട്ടോ. സോ നമ്മുടെ വീട്ടിലെ കുഞ്ഞു മക്കളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ മറക്കല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും വണക്കം.